വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ റാംബ്ലിങ്സ് ബൈ രേഷ്മ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും ബേബിയും ഹസ്ബൻഡും കൂടി ഒരു ട്രാവൽ വ്ലോഗാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട്. ആക്ച്വലി ഞാനും ഹസ്ബൻഡും മാത്രമായിട്ട് പോയൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ ബേബീനെ കൊണ്ട് പോവുകയാണ് അവിടെ. അപ്പോൾ ഏതാ സ്ഥലം എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ബേബി ഇപ്പോൾ ഹാഫ് അസ്ലീപ്പാണ്. ഞങ്ങൾ അളകാപുരിയിൽ നിന്ന് ചെറുതായിട്ടൊരു ബ്രഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫോറസ്റ്റ് റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ഞങ്ങളത് കാണിച്ചു തരാം. ഞങ്ങൾ അന്നവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒന്ന് കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ബേബി എണീറ്റു കേട്ടോ. എണീറ്റ് ഉറക്കപ്പിച്ചാണ് ആള്. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ഇരുന്നു. ഞങ്ങൾ വളരെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിരുന്നു. സുന്ദരി ഈ റൂട്ടൊക്കെ നല്ല റോഡാണ് കേട്ടോ. അന്നും എനിക്ക് തോന്നുന്ന റോഡ് അത്ര വലിയ മോശമൊന്നും അല്ലായിരുന്നു. സോ നമുക്ക് നല്ല സുഖമായിട്ട് പോയിട്ട് വരാം. ഹായ്, അപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. നമുക്കിവിടെ ഇറങ്ങി കുളിക്കാം. അങ്ങനെ ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോവാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇറങ്ങി പോകണം ഇച്ചിരി ടാസ്ക്കാണ്. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്, ഇല്ലെങ്കിൽ ഞാൻ നിലത്തില്ല. ആണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം കണ്ടോ. നല്ല ഒഴുക്കുള്ള നല്ല തണുത്ത വെള്ളമായിരിക്കും. കുളിച്ചിട്ടുണ്ടെങ്കിൽ ആരും വാ. എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് ഇറങ്ങി കാല് കഴുകട്ടെ. പൊന്നിനെ എന്തായാലും ഇറക്കുന്നില്ല. അച്ഛൻ ചിലപ്പോൾ ഇറങ്ങി കുളിക്കുന്നുണ്ടാവും. പിന്നെ നമ്മളുടെ ഇതിൻ്റെ അപ്പുറത്ത്, റബ്ബർ തോട്ടത്തിൻ്റെ അപ്പുറത്തൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ മുന്നേ വന്ന സമയത്ത് മയിലിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ആള് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പൊന്ന്. വെള്ളമൊക്കെ കണ്ടതിൻ്റെ എനിക്ക് തോന്നണം ഇങ്ങനെ ആദ്യം ഒഴുക്കുള്ള വെള്ളം ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നണം അല്ലേ. നല്ല തണുപ്പുണ്ട് ഗൈസ്. വാവ്. അവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ചു. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. നമ്മൾ ഇടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരണം. സോ ഇറ്റ് വിൽ ബി എ റിഫ്രഷ്മെൻറ്റ്. ഞാൻ വഴിമാറിപ്പോയി ഇല്ലേ. ഇവിടെ ആന വരുമെന്ന് ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. ഫ്രഷ് അല്ല. ഇവിടെ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആവാം കേട്ടോ. ബിക്കോസ് അത്രയ്ക്ക് നല്ല ഫ്രഷ്, എന്താ പറയുക, നല്ല തണുപ്പൊക്കെ ഉള്ള. ഹായ്, ഇഷ്ടപ്പെട്ടോ സ്ഥലം? ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞു ആന ഇറങ്ങിയിട്ടുണ്ട് അപ്പുറത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് കയറി ഒരു പാലത്തിൻ്റെ അടുത്ത് ഒരു 5-6 ആന നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കതിനെ കാണാൻ ഭാഗ്യമുണ്ടോ നോക്കാം. ബിക്കോസ് കഴിഞ്ഞ 2 തവണ ഞങ്ങൾ വന്നപ്പോഴും ആനേനെ ഒന്നും കണ്ടില്ല. ആനപ്പിണ്ട മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, നമ്മളവിടെ എത്തി. ഇതുവരെ നമ്മൾ ആനേനൊന്നും കണ്ടില്ല കേട്ടോ. ഇവിടെ കയറി നമ്മൾ ചെക്ക് പോസ്റ്റ് കയറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, നമ്മൾ ഇത്തവണയും ആനനെ കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആന അകത്തേക്ക് കയറിപ്പോയി തോന്നുന്നു. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ആ പറമ്പിൽ തന്നെ ഉണ്ട്. മേ ബി അകത്തായിരിക്കും. ഐ മീൻ കുറച്ചകത്തേക്ക് കയറി പോകണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, സാരല്ല, ലെറ്റ്സ് സീ. നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം.
ഇതിന്റെ മുന്നത്തെ ക്ലിപ്സും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഐ മീൻ ആ എൻട്രൻസ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ചിമ്മിനി ഡാമിലേക്കാണ് വന്നത്. ശരിക്കും മഴയത്താണ് ഇവിടെ വൈബ് കേട്ടോ. മഴ പെയ്യുമ്പോൾ നല്ല രസമാണ്. അതെ, ഭയങ്കരമായ മഴ വന്നതുകൊണ്ട് വി തോട്ട് ജസ്റ്റ് ഒന്ന് മഴ ഒന്ന് കുറഞ്ഞിട്ട് ഇറങ്ങാന്ന്. ബേബി ഉള്ളതുകൊണ്ട് കണ്ടോ, മഴയുണ്ട് വെയിലുണ്ട്. കുറുക്കൻ്റെ കല്യാണമാണെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? മഴയും വെയിലും വന്നിട്ടുണ്ടെങ്കിൽ. ഹായ് ഋതു ബേബി. സെറ്റ് ചെയ്തു. കൊടയൊക്കെ ചൂടി പോവാന്ന് കേട്ടോ. എൻ്റെ പൊക്കത്ത് കൂടെയാണ് കേട്ടോ നടന്നു പോണത്. ആദ്യം ജസ്റ്റ് വ്യൂ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. അതേ മഴയൊക്കെ മാറി വെയിൽ വന്നതുകൊണ്ട് നല്ല വ്യൂ ഉണ്ട്. ബട്ട് സ്റ്റിൽ മഴ ഉണ്ടെങ്കിൽ ഒരു വൈബാണ് അല്ലേ. ബ്യൂട്ടിഫുൾ വ്യൂ. നമുക്കൊരു താഴത്ത് ഇറങ്ങാം. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ താഴെയാണ്. അത് ഞാൻ കാണിച്ചു തരാം, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഹായ് ഋതു. ഋതു എൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ള റെയിൻബോ കുട നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഹായ്. എന്താ അപ്പം ഞാൻ ബോട്ടിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് 150 എന്താണെന്നോ പെർ ഹെഡ്. അതുകൊണ്ട് ബോട്ടിങ്ങിനൊക്കെ പോകണുണ്ടോ. ഞാനിപ്പോൾ പോകുന്നില്ല ബേബി ഉള്ളതുകൊണ്ട്. പിന്നെ നമുക്ക് അവിടെ ഡ്രിങ്ക്സ് ഒന്ന് കുടിക്കാനൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. അതിൻ്റെ ബാക്കിൽ നമുക്ക് ഫ്രഷ് ആവാനുള്ള സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. ഹായ് ഋത്വിക കുട്ടി. നല്ല വ്യൂ ഒക്കെ ആണല്ലേ. ഞങ്ങൾ പോവാണ് കേട്ടോ. ബേബി ചെറുതായിട്ട് കരഞ്ഞൊക്കെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. ബേബിക്ക് ഉറക്കം വരുന്നുണ്ട്, വിശക്കുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. സോ ജസ്റ്റ് എ റാപ്പ്. അപ്പം നമ്മൾ ചിമ്മിനിന്ന് ഇറങ്ങിയിട്ട് ആ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു എന്താ പറയുക, ഒരു ടേൺ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതാണ് നമ്മളിപ്പോൾ നടന്ന ആ റൂട്ട്. നമ്മൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ഡാമിൻ്റെ ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റും, ഫ്രണ്ട് ഭാഗം. ഓക്കെ, ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡാം ടോപ്പ്, താഴത്തേക്ക് പോയാൽ ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ട്രക്കിങ്ങിൻ്റെ എന്തൊക്കെയോ ഇതും കൂടെ ഉണ്ട്, പാക്കേജ്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. നിങ്ങൾക്ക് ട്രക്കിംഗ് ഒക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ടു ചെക്ക് വിത്ത് ദം. ഇവിടെ ഒരു വലിയ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെയും പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഐ ഫോർഗോട്ട് ടു ടേക്ക് ദ വീഡിയോ. ഓക്കെ, അപ്പം നമുക്ക് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഐ മീൻ ബസ് സ്റ്റാൻഡിലേക്കുള്ള റൂട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ഇങ്ങനൊരു വ്യൂ ഉണ്ട്. Going back. എൻ്റെ അമ്മ ഒരു വലിയൊരു ഗ്യാങ് തന്നെ വരുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ ഈ പോകുന്ന ആളാണെന്ന് തോന്നുന്നു ഈ ഗ്യാങ്ങിൻ്റെ ലീഡർ. ഒന്നും ചെയ്യണ്ട, നിർത്തി കൊടുത്താൽ മതി. ഒരാ സൈഡിൽ അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു സ്ഥലമല്ലേ, അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആവാനായിട്ട് പോയിട്ടുണ്ട്. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, ബട്ട് ബേബി ഉറക്കമായതുകൊണ്ട് ഞാൻ ഇറങ്ങണ്ടെന്ന് വെച്ചു. പിന്നെ അവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ട്രാവൽ വ്ലോഗ്. ബേബി ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ട്രിപ്സൊക്കെ പോയി തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ദിസ് ഈസ് അവർ സെക്കൻഡ് ട്രിപ്പ്. ഫസ്റ്റ് ട്രിപ്പ് അതിരപ്പള്ളിയിലേക്കായിരുന്നു, അതിൻ്റെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Thanks for watching. If you like this video, please do like, share, subscribe, whatever you can do for the support. Okay, see you in my next video. Bye.